ശ്രീ ജിതിൻ ദേവ്, വി എസ് ജിതിൻ ദേവ്, താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ശബരിമലയിലെ ഈ സ്വർണ്ണ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുമെന്ന്? മഞ്ജുഷേ, ഇപ്പം ശ്രീ റെജി ലൂക്കോസ് ഒരു കാര്യം തുറന്ന് സമ്മതിക്കാൻ തയ്യാറായി. ഇതിനകത്ത് വലിയ തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറായി. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ന്യൂസ് 18 ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്ന സമയത്ത് CPM-നെ പ്രതിനിധീകരിച്ച്, സഹയാത്രികരല്ല, CPM-നെ പ്രതിനിധീകരിച്ച് CPM അയച്ച പാനലിസ്റ്റുകൾ വിവിധ ചാനലുകളുടെ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ചെമ്പാണ്, ചെമ്പല്ലെന്നതിന് തെളിവുണ്ടോ, സ്വർണ്ണമാണെന്നതിന് തെളിവുണ്ടോ എന്നൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അതായത് പണ്ട് പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമയുണ്ട്. അതിനകത്ത് കാമുകിക്ക് 10 പവന്റെ മാല കൊടുത്തതിന് ശേഷം കാമുകിയുടെ ഭർത്താവ് അത് വിൽക്കാൻ വരുന്ന സമയത്ത് അത് ചെമ്പാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് ശ്രീനിവാസൻ കാണിക്കുന്ന ഒരു ആഘോഷ പ്രകടനമുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. 99 മുതൽ ചെമ്പാണ് 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 എന്നാണ് CPM പ്രതിനിധികൾ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അസന്നിഗ്ധമായിട്ട് ഇവിടെ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ഇവിടെ വിളിച്ചു പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചപ്പോഴാണ് ഇന്ന് CPM സമ്മതിക്കാൻ തയ്യാറായിരിക്കുന്നത് ഇത് ചെമ്പല്ല സ്വർണമാണെന്ന്. എന്നിട്ടും ഇന്ന് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെയല്ല, ശ്രീ മന്ത്രി വാസവൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞൊഴിയുകയാണ്, 2019-ലും 1999-ലൊന്നും ഞാനല്ലല്ലോ ഭരിച്ചിരുന്നത്, 1999-ല് വിജയ് മല്യ സ്വർണം പൂശിയില്ലയോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. പറയുന്നത് ആരാണ് മഞ്ജുഷ്? ഒരു ദേവസ്വം ബോർഡിന്റെ മന്ത്രി, ദേവസ്വം വകുപ്പ് ഉൾപ്പെടെ ഉള്ള കൈകാര്യം ചെയ്ത ഒരു മന്ത്രി പറഞ്ഞൊഴിയാൻ ശ്രമിക്കുകയാണ്, എനിക്കറിയില്ലല്ലോ എന്ന്. ഇത് എത്രമാത്രം ബാലിശമായിട്ടുള്ള ഒരു മറുപടിയാണെന്ന് നാം മനസ്സിലാക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതിനെ പറ്റി ഒന്നും എനിക്കറിയില്ല. ഓരോ കാലഘട്ടത്തിൽ ഭരിക്കുന്നവർക്ക് അവർക്ക് തോന്നിയവാസം കാണിക്കാനുള്ള എല്ലാ അവസരങ്ങളും കൊടുത്തു. അവർ തോന്നിയവാസം കാണിച്ചു. ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ 3 ആഴ്ചത്തെ ഈ ചർച്ചകളൊക്കെ കൊണ്ട് ഒരു കാര്യം മനസ്സിലായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന്, അവിടുത്തെ അമൂല്യ വസ്തുക്കൾ, സ്വർണം, ഇവയൊന്നും എങ്ങനെ സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. പക്ഷേ ആ രീതിയിലല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു തിരുവാഭരണം കമ്മീഷണർ, റിട്ടയറായ ആളാണ്, MG രാധാകൃഷ്ണൻ എന്നയാൾ, അദ്ദേഹം പറയുന്നത് കേട്ടു, ഈ ഹാൻഡ് ഓവർ റിപ്പോർട്ട് ഒന്നുമില്ല എന്ന്. അതായത് മുൻ കമ്മീഷണറിൽ നിന്ന്, തിരുവാഭരണം കമ്മീഷണറിൽ നിന്ന് ഇപ്പോഴത്തെ ആളിലേക്ക് സ്ഥാനം കൈമാറുമ്പോൾ, പദവി കൈമാറുന്ന സമയത്ത് അവിടെ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ട് എന്നതിനെക്കുറിച്ച് പുതുതായിട്ട് വരുന്ന ആൾക്കൊന്നും അറിയില്ല എന്ന്. അദ്ദേഹമായിരുന്നു ആ ട്രാൻസിഷൻ പീരീഡിൽ ഉണ്ടായിരുന്നത്. ഈ ചെമ്പ് പാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ട സമയത്ത്, പോറ്റിക്ക് കൊടുത്തുവിട്ട ആ സമയത്ത് ഉണ്ടായിരുന്നയാൾ. അദ്ദേഹം അവിടെ ചെന്നൈയിൽ പോയി ഇത് പരിശോധിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ ചെമ്പ് പാളികളാണെന്ന് വ്യക്തമാവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാവുന്നത്, അപ്പോൾ അതിന് മുൻപ് എന്തായിരുന്നു, അത് ചെമ്പാണോ സ്വർണ്ണമാണോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അതിനെപ്പറ്റി ഒരു റെക്കോർഡിക്കലായിട്ട് ഒന്നുമില്ല എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. ഇത് കേട്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് അന്തിച്ച് നിൽക്കുകയാണ് നമ്മളൊക്കെ. അതെ മഞ്ജുഷേ, ഇപ്പൊ ഈ നമ്മുടെ ചാനലിൽ തന്നെ ചർച്ചയ്ക്കിരിക്കുന്ന ശ്രീ സെന്തിൽനാഥ്, അദ്ദേഹം ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ ഇതിനെ സമർത്ഥിക്കാൻ ശ്രമിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞില്ല, അന്ന് അദ്ദേഹം പരിശോധന നടത്തി വിദഗ്ധനല്ല, അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലോ. അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പോലും ഇതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് CPM നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മഞ്ജുഷ് പറഞ്ഞതുപോലെ ഒരു കണക്കുമില്ല മഞ്ജുഷ്. ഒരിടത്ത് മാത്രമല്ല, ഇത് ശബരിമലയുടെ മാത്രം വിഷയമല്ല. നമ്മളുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതും മറ്റ് ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ളതുമായിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ഈ പറഞ്ഞതുപോലെ ഉരുപ്പടികൾ എടുത്ത് പരിശോധിച്ച് ഇതിലൊന്നും ഒരു കണക്കും വ്യവസ്ഥയില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതി ജസ്റ്റിസ് KT ശങ്കറിനെ നിയമിച്ചുകൊണ്ട് ഒരു ഇൻവെന്ററി ഓഡിറ്റിംഗ് നടത്തണമെന്ന് പറഞ്ഞത്. ആ ഇൻവെന്ററി പരിശോധിക്കണമെന്ന് പറഞ്ഞതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് 4-5 ദിവസമായിട്ട് CPM പറഞ്ഞുകൊണ്ടിരുന്നതാണ് കോടതി അങ്ങനെ അന്വേഷിക്കാൻ ആളിനെ വെച്ചിട്ടുണ്ട്, അവിടെ ജഡ്ജിയെ നിയമിച്ചിട്ടുണ്ട്. ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? നോക്കൂ, ഇന്ന് കോടതി തന്നെ ടൈം ലിമിറ്റ് നിർണയിച്ച് ഒരാളോടും ഒരക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അന്വേഷണ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഈ അവസ്ഥയിലേക്ക് ഹൈക്കോടതി ഇടപെടൽ നടത്തിയില്ലായിരുന്നെങ്കിൽ ഇവർ തന്നെ അടിച്ചോണ്ട് പോയേനെ. അതുകൊണ്ട് ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ വലിയ കള്ളത്തരം നടന്നിട്ടുണ്ട്. പത്മകുമാറിന്റെ കാലഘട്ടത്തിലും കടകംപള്ളിയുടെ കാലഘട്ടത്തിലും വലിയ കള്ളത്തരം നടന്നിട്ടുണ്ട്. ഈ കള്ളന് കഞ്ഞി വെച്ചവരാണ് ഇവർ രണ്ടുപേരും. ഇവർ കള്ളത്തരത്തിൽ കൂട്ടുനിന്നിട്ടുണ്ട് ശബരിമലയെ കട്ടുമുടിക്കാൻ വേണ്ടിയിട്ട്. ശരിയാണ്. അത് മുൻ ദേവസ്വം മന്ത്രി G സുധാകരൻ, അദ്ദേഹം അത് അടിവരയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ഇങ്ങനെ പല രാജ്യത്തും മുമ്പന്തിയാണ്, പക്ഷെ എല്ലാ കാര്യത്തിലും മുമ്പന്തിയിലാണ്. എത്രയോ കാര്യങ്ങൾ നമ്മൾ പുറകെ കിടക്കും. എന്തെല്ലാം വൃത്തികളാണെങ്കിലും അതിന് 10, 20, 30 വർഷത്തിലെടുത്ത് എന്തെല്ലാം വൃത്തികേട് കിടക്കുന്നു. അപ്പൊ അതിന് നമ്മൾ മുമ്പിലാണ്, പറയാൻ പറ്റില്ല. അപ്പൊ സ്വർണ്ണപ്പാട് മോഷിച്ചെന്ന് പോയി, അത് നമ്മൾ നമ്പർ 1 ആണ്. അതായത് പറയുന്നത് എല്ലാ പാർട്ടിക്കാരും അന്വേഷണം ആവശ്യപ്പെട്ടു, ഒരു പാർട്ടി മാത്രം.